എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രൂരമായിട്ട് ഉപദ്രവിക്കണ കാര്യങ്ങളൊക്കെ എന്തോരം ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പോലീസുകാർ തന്നെ ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ന്യായമല്ലേ പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാരുടെ സഹായിക്കാനും നമ്മൾ പോയി പരാതി പറയേണ്ട ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ആ കുട്ടിയുടെ ലവ് മാരേജിലാണ് വന്നെന്ന് വെച്ചോ, ഈ വീട്ടുകാർ പോലും ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം അവർ ആക്ച്വലി തിരിയും, നീ കണ്ടുപിടിച്ചതല്ലേ, അപ്പോൾ നീ തന്നെ ഇത് മാറ്റിക്കുമെന്ന് പറയും. പല ആറ്റിറ്റ്യൂഡും. പന്തീരങ്കാവ് കേസിലൂടെ ഒരിക്കൽ കൂടി ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഗാർഹിക പീഡനത്തിന്റെ നാളുകൾക്ക് കേരളം സാക്ഷിയാകുകയാണ്. സ്ത്രീ സുരക്ഷ എന്ന ഉച്ചത്തിൽ സർക്കാർ വിളിച്ചോതുമ്പോഴും എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ, ഇത്രയും നമ്മുടെ സാക്ഷര കേരളത്തിൽ ഇത് സംഭവിക്കുന്നത്? എന്താണ് ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമുക്ക് ജനങ്ങൾക്കരികിലേക്ക് പോകാം, അവരുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം തേടാം. ഈ ഒരു മെൻറ്റാലിറ്റി തന്നെ ആദ്യം മാറ്റണം. സാധാരണ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കോർട്ടിലായാലും ഇതുപോലെ ഒരുപാട് ഇൻസിഡൻസ് പറയുന്നത് കേട്ടോ. അങ്ങനെ കോടതിയിലടക്കം പറയും ഇതിൽ മറ്റേ ഫിലിം പറഞ്ഞ പോലെ അസാധാരണമായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്ന പോലെ ഇതൊരു നോർമലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ലാതെ ഇതൊക്കെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ട വിഷയമാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് ഇപ്പോൾ ലോ എന്നെ സഹായിച്ചു എന്ന് പറയുന്നു. ഇപ്പം നാട്ടുകാരുടെ സഹായിക്കാനും നമ്മൾ പോയി പരാതി പറയേണ്ട ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഉറപ്പായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. മറ്റേ പോലെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇതല്ല. ബിക്കോസ് അതിനകത്ത് ഉത്രയുടെ കുട്ടിയുടെ പേരെന്താ, മറ്റേ വിസ്മയുടെയും ആ പ്രശ്നമൊക്കെ അതൊക്കെ ചുമ്മാ പത്രത്തിൽ വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോടെയാണ് അതിനെ കാണുന്നത് അവർ. അത് പ്രശ്നമാണ്. അത് ഒന്ന് ഈ ചോയ്സ് ആരുടെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ കല്യാണം കഴിക്കുക എന്നുള്ള അവിടെ ഇത് ബേസിക്സ് തൊട്ട് ആക്ച്വലി അത് മാറണം. ഈ കല്യാണം കഴിച്ച ആൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണം എന്ന് പറയുന്ന ബേസിക്സ്, അതിൻ്റെ ബേസിക്സ് തൊട്ട് ആക്ച്വലി ചേഞ്ചസ് വരണം. എന്നാലേ ആ സംഭവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോഴും. ഇതിപ്പം ഈ കേസിലിപ്പോൾ വീട്ടുകാർ കണ്ടുപിടിച്ച കല്യാണം ആയതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലൊക്കെ വന്നത്. ഇതിപ്പോൾ ആ കുട്ടിയുടെ ലവ് മാരേജിലാണ് വന്നെന്ന് വെച്ചോ, ഈ വീട്ടുകാർ പോലും ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം അവർ ആക്ച്വലി തിരിയും, നീ കണ്ടുപിടിച്ചതല്ലേ, അപ്പോൾ നീ തന്നെ ഇത് മാറ്റിക്കുമെന്ന് പറയും. പല ആറ്റിറ്റ്യൂഡും. രണ്ട്, ഇത് കുറച്ചുകൂടെ സ്വാഗതാർഹമാണ്. ആക്ച്വലി ഇവർ കേസ് കൊടുത്തല്ലോ. പല വീട്ടിലെയും പ്രശ്നം നേരെ തിരിച്ചാൽ, ഇത് ആക്ച്വലി കല്യാണത്തിൻ്റെ സമയത്തല്ലേ, പ്രശ്നമില്ല, പതുക്കെ മാറിക്കോളും, കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, തട്ടും മുട്ടും, അത് പ്രശ്നമാണ്. ഇപ്പോൾ ഒരു തവണയല്ലേ തല്ലിയുള്ളൂ, ഇനി നമുക്ക് പറഞ്ഞു ഒതുക്കാം. ഒരു തവണ തല്ലിയാൽ തല്ല് തന്നെയാണ്. അത് ഭയങ്കര റെഡ് ഫ്ലാഗ് എന്നല്ല, അത് റെഡ് കാർപ്പറ്റാണ്, മാറ്റുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കല്യാണം കഴിക്കണം നമ്മളൊരു നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ല. പക്ഷെ അവിടെ കിട്ടുന്നത് എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. കാരണം സ്ത്രീധനത്തിന്റെ പേരിലും അതിന്റെ പേരിലും പല പീഡനങ്ങളും ഉണ്ടാവും. കാരണം അവർക്കും ഒരു പെങ്ങളുണ്ട്, അവർ ആ വീട്ടിൽ എങ്ങനെയാണെന്ന് അവർ നോക്കുന്നില്ല. പിന്നെ പോലീസുകാരുടെ ഇത്, കാരണം അവര് എന്താ പറയാ, ചിലപ്പോൾ അവരുടെ ആരെങ്കിലും ആയിരിക്കും, അതുകൊണ്ടൊക്കെ അവരങ്ങനെ സഹായിക്കുന്നത്. അപ്പോൾ പാർട്ടി നോക്കിയിട്ട് കിട്ടുമല്ലോ, ചിലപ്പം എന്താ പാർട്ടി ബേസ് ആയിട്ട് ആൾക്കാർ ചെയ്യുമല്ലോ, അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പോലീസുകാർ തന്നെ ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ ന്യായമല്ലേ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട്, വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ പോലും നമ്മളത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചൊരു പിഴവ് തന്നെ ആയിരിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ഇത്ര ഉന്നമനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത് നമുക്കത് വളരെ വേദനാജനകമായൊരു സംഭവമാണ്. ഇപ്പം എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമ്മൾ വളർന്നു തന്നെ രീതിയും ഇപ്പം ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രൂരമായിട്ട് ഉപദ്രവിക്കണ കാര്യങ്ങളൊക്കെ എന്തോരം ആൾക്കാരുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ ആണെന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ, ഡീൽ ചെയ്യണ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും. അല്ലാണ്ട് വിദ്യാഭ്യാസം പാട്ടാണ്, എന്നാലും നമുക്ക് നമ്മുടെ സ്വന്തം കോമൺ സെൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വളരെ മോശം അഭിപ്രായം.